ശ്രീ വി രാജേഷ്, രാഷ്ട്രത്തെക്കാൾ വലുതല്ല രാഷ്ട്രീയം എന്നാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. മറുപടിയുണ്ടോ? അല്ല, ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ രാജ്യത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കുവാനുള്ള സമയമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് നേരത്തെ, ഇനിയും സമയമുണ്ടാകും. ഇപ്പോൾ നമ്മൾ മുഴുവൻ ജനതയും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ രാജ്യം നടത്തിയ പരിശ്രമങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ, അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്തുൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മറ്റു പാർട്ടികളൊക്കെ ഭരിച്ചിട്ടുണ്ട്, VPC ഉൾപ്പെടെയുള്ള ഭരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ ചെറുതും വലുതുമായി പാകിസ്ഥാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥിരത ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ നമുക്കാകാം, അതിനൊക്കെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇതിൽ യാതൊരു തരത്തിലുള്ള മുതലെടുപ്പും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് കാണിച്ച ഒരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കാമോ? ഈ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ശേഷം, തിരിച്ചടി നൽകും മുൻപായാലും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് നടക്കുന്ന ഈ സമയത്തുൾപ്പെടെ അങ്ങനെയുള്ള തർക്കങ്ങൾക്കുള്ള സമയമല്ല. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുക, അവരുടെ ഭരണകാലത്തൂടെ എല്ലാം മോശമാണെന്ന് പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ചകൾ വലിച്ചു നീട്ടേണ്ട വാഗ്വാദങ്ങൾ ഇന്ത്യക്കകത്തുണ്ടാകേണ്ട സമയമല്ല ഇത്. നമ്മുടെ രാജ്യത്തുനിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെറിയ അപസ്വരം പോലും പാകിസ്ഥാൻ മാധ്യമങ്ങൾ വളരെ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, സംഘർഷമുണ്ട് എന്ന് വരുത്തുവാനുള്ള പരിശ്രമം നടത്തുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ തർക്കത്തിന്റെ വിഷയമാണോ? ഇവിടെ നിന്നും ഒരു നയതന്ത്ര സംഘത്തെ അയക്കുന്നു, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഉൾപ്പെടുത്തുന്നു. വളരെ നല്ല കാര്യം, ഏറ്റവും ശ്ലാഘനീയമായ കാര്യം. പ്രതിപക്ഷത്തെ അംഗങ്ങളുമുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷത്തെ ഓരോ പാർട്ടിയോടുമാണല്ലോ ഞങ്ങൾക്ക് ആളെ തരൂ, ആരെയാണ് നിങ്ങൾ അയക്കുക എന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ തരൂർ ഒരു വിദേശകാര്യ വിദഗ്ധനാണ്, തരൂരിനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ തരൂരിനെ തരുമോ എന്ന് പാർട്ടിയോട് ചോദിക്കണ്ടേ? തരൂരിനോട് നേരിട്ട് വിളിക്കുക, കോൺഗ്രസിനെ അറിയിക്കാതിരിക്കുക, ഇതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? തർക്ക വിതർക്കങ്ങളല്ല, രാഷ്ട്രീയ മര്യാദ എന്നൊരു വാക്കുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ വിദേശ കാര്യങ്ങളിലുള്ള, വിദേശ രാഷ്ട്രത്തിലുള്ള പരിചയത്തെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലിനെക്കുറിച്ചും നമുക്ക് ആർക്കും തന്നെ, അത് അദ്ദേഹം ഞങ്ങൾക്കെതിരായിട്ട് 3 തവണ തിരുവനന്തപുരത്ത് 4 തവണ 2009 മുതൽ മത്സരിക്കുമ്പോൾ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ മികച്ചതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നല്ലേ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ശ്രീ ET മുഹമ്മദ് ബഷീർ നല്ലൊരു പാർലമെൻറ്റേറിയനാണ്, മന്ത്രിയായിരുന്ന പരിചയമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവായിട്ട് സൈഡുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ജോൺ ബ്രിട്ടാസ്, മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു വലിയ പാർട്ടി, ആ പാർട്ടിയുടെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന MPമാരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ശേഷി എങ്ങനെ പ്രയോജനപ്പെടുത്താം? അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ചിന്തിച്ച് ശ്രീ ശശി തരൂരിനെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ ശശി തരൂരിൻ്റെ പേര് എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര്, പ്രത്യേകിച്ച് വിദേശ കാര്യങ്ങളിൽ ഇത്രത്തോളം അവഗാഹമുള്ളൊരു വ്യക്തിയുടെ പേര് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളത് കോൺഗ്രസ് ആണ് ചിന്തിക്കേണ്ടത്. വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളാണോ തരൂർ? അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പറയുവാനുള്ള ശേഷിയില്ലേ എന്നൊക്കെ കോൺഗ്രസ് ആണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ചിന്തിച്ചത് ശശി തരൂരിൻ്റെ ശേഷി, ശശി തരൂരിൻ്റെ കഴിവ് എങ്ങനെ നമ്മുടെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ചിന്തിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെ ഒരു കോൺഗ്രസ് MP ആയി കാണുന്നില്ല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായി കാണുന്നില്ല, ഈ പറഞ്ഞ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി കാണുന്നു. അതുകൊണ്ട് നേരിട്ട് വിളിച്ചു, അത് പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ല. ഇതാണ് BJP നിലപാട് അല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച ശശി തരൂർ കോൺഗ്രസിന്റെ MP എങ്ങനെ അല്ലാതാകും? പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. 4 കൊല്ലം കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ BJP തരൂരിനെ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. അല്ല, അയ്യോ, കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കോൺഗ്രസിൻ്റെ MP ആണ്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ, അദ്ദേഹം UDFൻ്റെ MP ആണ്, ലീഗിൻ്റെ MP ആണ്. ആശയപരമായിട്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അത് അവർക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല, യോജിച്ചിട്ടില്ല. പക്ഷേ ET മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ശശി തരൂരിൻ്റെ ഒരു ശേഷി, അതിന് രാജ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമ്മളത് പ്രയോജനപ്പെടുത്താതിരുന്നാൽ നമ്മൾ വരും തലമുറകളോട് ചെയ്യുന്ന
ഒരു ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതിന് തുല്യമായിരിക്കും. പ്രയോജനപ്പെടുത്തേണ്ട എന്നാരെങ്കിലും പറഞ്ഞോ? ഇതിൽ നിങ്ങൾ രാഷ്ട്രീയ മര്യാദ കാണിച്ചു എന്നായിരുന്നു ചോദ്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.